എന്താ ചോറ് കഴിക്കാൻ എന്നിട്ട് തിന്നാതിരിക്കണം? തിന്നാൻ കഴിയണില്ല ഉപ്പ. എന്തിനാ ആ വീട്ടിലെ ചോറിന്റെ മുന്നിൽ ഇരുന്ന് കരയണത്? അവർക്ക് വിശന്നിട്ട് അവർ ഭക്ഷണത്തിന് വേണ്ടി കാര്യം കണ്ടിട്ട് എനിക്ക് ഭക്ഷണം അറിഞ്ഞില്ല ഉപ്പ. കൊറേ കുഞ്ഞു പൈതങ്ങളെ ചോരയിൽ കിടക്കണ കണ്ടു, വീട്ടിൽ കണ്ടുപ്പ. എന്ത് തെറ്റാ ചെയ്തതുപ്പ കുഞ്ഞു പൈതങ്ങളെ കൊല്ലാന്? ആ പൈതങ്ങളൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേരിലും ഒരു വിശ്വാസത്തിൻ്റെ പേരിലൊക്കെ ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഇസ്രായേലന്മാരായ ജൂതന്മാരായ തെമ്മാടികൾ കുഞ്ഞു മക്കളുടെ കുഞ്ഞു പൈതങ്ങളുടെ മുകളിലേക്ക് നിറവേച്ചത് ആ കുഞ്ഞു മക്കളൊന്നും എന്തിനു വേണ്ടിയിട്ടാണെന്ന് പോലും അവർക്കറിയില്ല. എന്തിനാണ് ഞാൻ ഈ മണ്ണിൽ പിടഞ്ഞു വീഴുന്നത് എന്ന് പോലും ആ കുഞ്ഞുമക്കൾക്ക് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ ഉമ്മ നഷ്ടപ്പെട്ടിരിക്കും, ബാപ്പ നഷ്ടപ്പെട്ടിരിക്കും, അവരുടെ വീട് നഷ്ടപ്പെട്ടു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ കരയുന്നത് എന്തിനാണ്? വിശപ്പ് സഹിക്കാൻ കഴിയാനിട്ടാണ്. അവർ വിശന്ന് പറഞ്ഞ് കുട്ടിയ വയറുമായി കുട്ടിയ പാത്രവുമായി ഇളങ്ങിയ പാത്രവുമായിട്ട് തോക്കിൻ്റെ മുന്നിലൂടെ പോകുന്നത് എന്തിനാണെന്ന് അറിയാം? അവരുടെ വിശപ്പ് കൊണ്ടാണ്. വിശപ്പിനേക്കാൾ വലുതല്ല അവർക്കിന്ന് മരണം. ആ കുഞ്ഞുമക്കളുടെ വിശപ്പ് മാറാതെ, ആ കുഞ്ഞുമക്കൾ ചിരിക്കാതെ, ആ നാട്ടിൽ സന്തോഷം പടരാതെ, അവരുടെ മണ്ണ് അവർക്ക് തിരിച്ചു കിട്ടാതെ ഈ ലോകം അവസാനിക്കില്ല. ലോകം അവസാനിക്കുന്നതിന് മുൻപ് അവർ ചിരിക്കും, അവർ സന്തോഷിക്കും. അവരെ കരയിപ്പിച്ചവർ കരയും, അവരെ വേദനിപ്പിച്ചവർ വേദനിക്കും. അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ മണ്ണും അവരുടെ സമാധാനത്തെയും എല്ലാം അവർക്ക് അള്ളാഹ് തിരിച്ചു കൊടുക്കും. മറിച്ച് നാളെ അവരുടെ എല്ലാം നഷ്ടപ്പെടുത്തിയവർ അതെല്ലാം ഇല്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, അന്ന് ആ കുഞ്ഞുമക്കളെ കരയിച്ചവർ നാളെ കരഞ്ഞുകൊണ്ട് നടക്കും. ഗാസയിലെ കുഞ്ഞുമക്കൾ ചിരിക്കാതെ, അവരുടെ സന്തോഷം കാണാതെ ഈ ലോകം അവസാനിക്കില്ല. അല്ലാഹ് ആ കുഞ്ഞു മക്കളുടെ വിശപ്പ് മാറ്റി കൊടുക്കണേ. ആമീൻ. അവർക്ക് സമാധാനം കൊടുക്കണേ അല്ലാഹ്. ആമീൻ.